ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു TIPS-PSC. അപ്പോൾ ഇന്ന് നമ്മുടെ എല്ലാവരും കാത്തിരുന്ന LSGD ഗ്രേഡ് 2 എക്സാം നടക്കുകയുണ്ടായി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം ഈസി ആയിരുന്നോ, ടഫായിരുന്നോ, അതോ ഒരു മോഡറേറ്റ് ലെവൽ എക്സാം ആയിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പൊതുവെയുള്ളൊരു അഭിപ്രായം എക്സാം കുറേ പേർക്ക് മോഡറേറ്റ് ലെവൽ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ക്വസ്റ്റ്യൻ ബേസ് നോക്കിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യനൊക്കെ ഒരു ഈസി ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, ഈസി ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ പലർക്കും കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം കൺഫ്യൂഷൻ ആയിരിക്കും കുറേ ഓപ്ഷൻസ് നോക്കുമ്പോഴത്തേക്കും. അതുപോലെ തന്നെ കുറേ സ്റ്റാൻഡേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ചധികം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ PSCയുടെ മുഴുവൻ ആ ഒരു ചോദ്യ പാറ്റേണിൻ്റെ ആ ഒരു ക്രമം തന്നെ നിങ്ങൾ ഈ ഒരു എക്സാം എഴുതിയതിലൂടെ വിലയിരുത്തണം. ഓക്കെ, അപ്പോൾ ഇനി മുന്നോട്ടുള്ള എക്സാമുകളുടെ പ്രിപ്പറേഷനും അതനുസരിച്ച് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ആ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആൻസർ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ഗിവൺ അൾട്രാ സ്ട്രെങ്ത് ടു സിമൻറ്റ്? ഓക്കെ, ഓപ്ഷൻ ഏതാണ്? ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഡൈ കാൽസ്യം സിലിക്കേറ്റ് ആണ് അവിടെ ആൻസർ ആയിട്ട് വന്നിരുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ ടൈപ്പ് ഓഫ് സിമൻറ്റ് ദാറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ കനാൽ ലൈനിങ്. ഓക്കെ, കനാൽ ലൈനിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമൻ്റ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: സ്ലംബ് ടെസ്റ്റ് ക്യാരീഡ് ഔട്ട്. ഓക്കെ, സ്ലംബ് ടെസ്റ്റ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം, വർക്കബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. വർക്കബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് സ്ലംബ് ടെസ്റ്റ് വരുന്നത്. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. വർക്കബിലിറ്റി ആണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. ദെൻ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് വാട്ടർ റിക്വയർഡ് ഫോർ 1 ബാഗ് ഓഫ് സിമൻറ്റ് ഈസ് 30 ലിറ്റർ, ദ വാട്ടർ സിമൻറ്റ് റേഷ്യോ. ഓക്കെ, വാട്ടർ സിമൻറ്റ് റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് എങ്ങനെ ചെയ്യാം? അത് സിമ്പിളാണ്. നമുക്ക് വെയിറ്റ് ഓഫ് വാട്ടർ അല്ലേ, വെയിറ്റ് ഓഫ് വാട്ടർ. ഓക്കെ, വെയിറ്റ് ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് സിമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, വെയിറ്റ് ഓഫ് വാട്ടർ ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് സിമൻറ്റ് ചെയ്താൽ മതി. വെയിറ്റ് ഓഫ് വാട്ടർ എത്രയാണ്? അവിടെ 30 ലിറ്റർ എന്ന് തന്നിട്ടുണ്ട്. സിമൻറ്റ് ഒരു ബാഗാണ്. സോ ഒരു ബാഗ് സിമൻറ്റിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 50 കിലോയാണ്. സോ നമുക്കിത് ചെയ്യുമ്പോൾ ആൻസർ ഓപ്ഷൻ സി കിട്ടും. ഓക്കെ, ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 0.6 ആണ്. ഓക്കെ, ദെൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: നെയിം ദ മെമ്പർ വിച്ച് സപ്പോർട്ട് കവറിംഗ് മെറ്റീരിയൽ ഓഫ് എ സ്ലോപ്പിംഗ് റൂഫ്. ഓക്കെ, സ്ലോപ്പിംഗ് റൂഫിൽ മെറ്റീരിയൽസ്, കവറിംഗ് മെറ്റീരിയൽസിന് സപ്പോർട്ട് ചെയ്യുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. ബാറ്റൻസ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആറാമത്തെ ക്വസ്റ്റ്യൻ: റോക്ക് ഫോംഡ് ഫ്രം ദ സോൾഡിഫിക്കേഷൻ ഓഫ് മോൾട്ടൺ മാഗ്മ. ഓക്കെ, ഏതാണ് ആൻസർ വരുന്നത്? ഇമ്പോർട്ടൻ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഇത് ഏതാണ്? ഇഗ്നേസ് റോക്കാണ് അവിടെ ആൻസർ വരുന്നത്. ദെൻ ഏഴാമത്തെ ക്വസ്റ്റ്യൻ: the piece of a brick cut along the center of width in such a way that its length is equal to that of full brick is called എന്നാണ് ആൻസർ. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണല്ലേ, ഓപ്ഷൻ ഡി ആണ്. ക്വീനി ക്ലോസർ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്വീനി ക്ലോസർ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ എട്ടാമത്തെ ക്വസ്റ്റ്യൻ: dash is fixed on the external door where a padlock is to be used. ഓക്കെ, അതിൻ്റെ ആൻസർ ഓപ്ഷനിൽ അൾട്രോപ്പ് ബോൾട്ട് ഉണ്ട്, ഫ്ലഷ് ഒക്കെ ഉണ്ട്. ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്. അൾട്രോപ്പ് ബോൾട്ട് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ ഗ്രേഡ് ഓഫ് സാൻഡ് ഇഫ് ഫൈനസ് മോഡുലസ് ഓഫ് സാൻഡ് ഈസ് 2.5. ഓക്കെ, ഫൈനസ് മോഡുലസ് ഓഫ് സാൻഡ് 2.5 എന്നാണ് പറയുന്നത്. ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്. ഫൈൻ സാൻഡ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പത്താമത്തെ ചോദ്യം ഇതാണ്: ചൂസ് ദ മെയിൻ ഫങ്ഷൻ ഓഫ് അലുമിന ഇൻ ബ്രിക്ക്. ഓക്കെ, ബ്രിക്ക് അലുമിനയുടെ ഇമ്പോർട്ടൻസ് ഫങ്ഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ടു ഇമ്പാർട്ട് പ്ലാസ്റ്റിസിറ്റി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 11ാമത്തെ ക്വസ്റ്റ്യൻ: ദ പർപ്പസ് ഓഫ് ഡൂയിങ് സീസണിങ് ഓഫ് ടിമ്പർ. ഓക്കെ, സീസണിങ് ഓഫ് ടിമ്പർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ടു റിമൂവ് വാട്ടർ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 12ാമത്തെ ക്വസ്റ്റ്യൻ: വിച്ച് അപ്പാരറ്റസ് ഈസ് യൂസ്ഡ് ടു ടെസ്റ്റ് സൗണ്ട്നെസ് ഓഫ് സിമൻറ്റ്. ഓക്കെ, സിമൻറ്റ് സൗണ്ട്നെസ് ടെസ്റ്റ് ചെയ്യാൻ ഏതാണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ലേശാലിയർ അപ്പാരറ്റസ് ആണ്. ഓക്കെ, ലേശാലിയർ അപ്പാരറ്റസ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്.
ദെൻ 13ാമത്തെ ചോദ്യം നോക്കാം. ദ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം ഫോർ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമന്റ് ആസ് പെർ IS സ്പെസിഫിക്കേഷൻ ഷുഡ് നോട്ട് ലെസ് ദാൻ. ഓക്കെ, ഏതാണ് അവിടെ ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 30 മിനിറ്റ് ആണ്. ഓക്കെ, 30 മിനിറ്റ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 14ാമത്തെ ചോദ്യം നോക്കാം. ദ ഏജ് ഓഫ് എ ട്രീ ക്യാൻ ബി നോൺ ബൈ എക്സാമിനിങ്. ഏതാണ് നമ്മൾ ഒരു ട്രീയുടെ ഏജ് പറയുന്നത് ഏത് വെച്ചിട്ടാണ്? അവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആനുവൽ. ഓക്കെ, ആനുവൽ റിംഗ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 15ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ കമ്പോണന്റ് ഇൻ ഗ്രേഡ് M20 കോൺക്രീറ്റ്? ഓക്കെ, M20യുടെ റേഷ്യോ ഏതാണ് നമുക്കറിയാം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1:1/2:3 ആണ്. 1:1/2:3 ആണ്. ഓപ്ഷൻ ബി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 16ാമത്തെ ചോദ്യം. ഡാഷ് ഈസ് ദ ടെമ്പററി ഫ്രെയിം വർക്ക് ഈസ് യൂസ്ഫുൾ ഇൻ കൺസ്ട്രക്ഷൻ, ഡിമോളിഷൻ, മെയിൻ്റനൻസ് ഓർ റിപ്പയർ വർക്ക്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. സ്കഫോൾഡിംഗ് ആണ് അവിടെ ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ 17ാമത്തെ ചോദ്യം. ടു ഗിവ് പ്രൊട്ടക്ഷൻ ടു ദ ബിൽഡിംഗ് എഗെയിൻസ്റ്റ് റെയിൻ, ഹീറ്റ്, സ്നോ, വിൻഡ്, വിച്ച് പാർട്ട് ഓഫ് ദ ബിൽഡിംഗ് ഈസ് കൺസ്ട്രക്റ്റഡ് ഇൻ ദ ഫോം ഓഫ് ഫ്രെയിം വർക്ക്? ഓക്കെ, ബിൽഡിങ്ങിനെ പ്രൊട്ടക്ഷൻ ചെയ്യുന്നെന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻ ദ ഫോം ഓഫ് ഫ്രെയിം വർക്ക് എന്നും പറയുന്നുണ്ട്. സോ അവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. ട്രസ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 18ാമത്തെ ക്വസ്റ്റ്യൻ. നെയിം ദ ടൂൾ ക്യാൻ ബി യൂസ്ഡ് ഫോർ കട്ടിംഗ് സോഫ്റ്റ് ബ്രിക്ക്. ഓക്കെ, സോഫ്റ്റ് ബ്രിക്കിനെ കട്ട് ചെയ്ത് നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. സ്കച്ച് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 19ാമത്തെ ചോദ്യം. Which of the following type of wall is constructed to divide the space within the building? ഏതാണ് ആൻസർ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ പാർട്ടീഷൻ വാളാണ്. ഇതുപോലുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ്, ഈസി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ ഈസി ആവും തോറും നമുക്ക് ഓപ്ഷൻ വായിക്കുമ്പോൾ കൺഫ്യൂഷൻസ് വരും ചിലർക്ക്. സോ അതുകൊണ്ടായിരിക്കണം ചിലർക്ക് കുറച്ച് ടഫ് അല്ലെങ്കിൽ മോഡറേറ്റ് ലെവൽ എക്സാം എന്ന് തോന്നിയത്. ബാക്കി ക്വസ്റ്റ്യൻ വൈസ് നോക്കുകയാണെങ്കിൽ കുറച്ച് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ കുറച്ച് ഈസി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു പൊതുവെ. ഓക്കെ, ദെൻ നമുക്ക് 20ാമത്തെ ചോദ്യം നോക്കാം. നെയിം ദ ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ ദ സ്റ്റോൺസ് ഓഫ് ഇറഗുലർ സൈസ് ആർ യൂസ്ഡ്. ഓക്കെ, ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്. റബിൾ മേസൺറി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 21ാമത്തെ ചോദ്യം. എ ഡോർ എസെൻഷ്യലി കൺസിസ്റ്റ് ഓഫ് എ സെൻട്രലി പ്ലേസ്ഡ് മുല്യൻ ഓർ പിവറ്റ് ഇൻ എ സർക്കുലർ ഓപ്പൺഡ്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്. റിവോൾവിംഗ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 22ാമത്തെ ചോദ്യം നോക്കാം. ഇൻ എയ്തർ ഓഫ് സ്റ്റോൺ മേസൺറി ഓർ ബ്രിക്ക് മേസൺറി വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ടേം യൂസ്ഡ് ടു ഡിനോട്ട് ദ ഫിനിഷിംഗ് ഓഫ് മോട്ടാർ ജോയിന്റ്. ഓക്കെ, ഏതാണ് 22ാമത്തെ ചോദ്യം? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. പോയിന്റിംഗ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 23ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ടൈപ്പ് വിൻഡോ ഈസ് പ്രൊവൈഡഡ് ഓൺ എ സ്ലോപ്പിംഗ് റൂഫ് ഓഫ് എ ബിൽഡിംഗ്? ഏതാണ് ആൻസർ? ഏതാണ്ടാ ആൻസർ? ഓപ്ഷൻ ബി ആണ്. ഡോർമർ വിൻഡോ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 24ാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ മെനി ഡേയ്സ് റിക്വയർഡ് ടു റിമൂവ് ദ ഫോം വർക്ക് ഫ്രം ദ സ്ലാബ് എക്സ്ക്ലൂഡിങ് പ്രോപ്സ് എന്നാണ് പറയുന്നത്. ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യനിൽ അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്, ഓക്കെ, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 3 ആണല്ലേ. 3 ഡേയ്സ് ആണ് അവിടെ വരുന്നത്. അത് ഓപ്ഷനിലില്ല. സോ നമുക്കത് PSCയുടെ ആൻസർക്ക് വരുമ്പോൾ അത് ചെക്ക് ചെയ്യാം. ദെൻ 25ാമത്തെ ചോദ്യം. ദ വെർട്ടിക്കൽ മെമ്പർ ഫിക്സ്ഡ് ബിറ്റ്വീൻ സ്റ്റെപ്പ് ആൻഡ് ഹാൻഡ് റൈൽ ഈസ് കോൾഡ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്. ബാലിസ്റ്റർ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 26ാമത്തെ ചോദ്യം. ഇൻ സ്റ്റോൺ മേസൺറി വർക്ക് ത്രൂ സ്റ്റോൺസ് ഷുഡ് ബി പ്രൊവൈഡഡ് അറ്റ്. ഓക്കെ, ത്രൂ സ്റ്റോൺസ് നമ്മൾ എത്ര ഗ്യാപ്പിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? 1.5 മീറ്റർ ആണ്. സോ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, 1.5 മീറ്റർ ഡിസ്റ്റൻസ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 27ാമത്തെ ചോദ്യം. വിച്ച് ടൈം ഇൻ സ്റ്റെയർ കേസ് ഈസ് കോൾഡ് ഔട്ടർ പ്രൊജക്ഷൻ ഓൺ ദ ത്രെഡ്? ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ്. നോസിംഗ് ആണ് അവിടെ ആൻസർ. ദെൻ 28ാമത്തെ ക്വസ്റ്റ്യൻ. In which type of the bond we can see 19 cm by 9 cm side of brick in wall face? ഓക്കെ, ഏതാണ് അവിടെ ആൻസർ വരുന്നത്? അവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്. സ്ട്രക്ചർ ആണ്. ഓക്കെ, സ്ട്രക്ചർ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി സ്ട്രക്ചർ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 29ാമത്തെ ക്വസ്റ്റ്യൻ.
The function of dash is to make the paint thin so that it can be easily applied on the surface. ഏതാണ് അവിടെ ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്, സോൾവെന്റ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 30ാമത്തെ ചോദ്യം, dash is constructed above door or window. ഓക്കെ, ഡോർസിൻ്റെ വിൻഡോസിനെയും എബോവ് നമ്മൾ ചെയ്യുന്ന ഏതാണ്? ലിൻഡലാണല്ലേ. ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ. ദെൻ 31ാമത്തെ ചോദ്യം, the area of land acquired for the road along its alignment is called. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്, റൈറ്റ് വേ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 32ാമത്തെ ചോദ്യം നോക്കാം. ദ റോഡ് കണക്റ്റിംഗ് ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് വിത്തിൻ ദ സ്റ്റേറ്റ് ഈസ് കാൾഡ്. ഏതാണടാ ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്, സ്റ്റേറ്റ് ഹൈവേ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പിക്കപ്പ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ, കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അവിടെ. സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് എ കോമ്പൗണ്ട് കർവ് കൺസിസ്റ്റ് ഓഫ് എ സീരീസ് ഓഫ് 2 or more സിമ്പിൾ കർവ് ദാറ്റ് ടേൺ ഇൻ സെയിം ഡയറക്ഷൻ ആൻഡ് ജോയിൻ അറ്റ് എ കോമൺ ടാൻജൻറ്റ് പോയിന്റ്. ഓക്കെ, അത് കറക്റ്റാണ്. അത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എ റിവേഴ്സ് കർവ് കൺസിസ്റ്റ് ഓഫ് 2 സിമ്പിൾ കർവ് ഓഫ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ദാറ്റ് ജോയിൻ അറ്റ് ദ കോമൺ ടാൻജൻറ്റ് പോയിന്റ്. ഓക്കെ, അതും കറക്റ്റാണ്. സോ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്, ബോത്ത് 1 and 2 കറക്റ്റാണ്. ഓക്കെ, സോ ആൻസർ ഓപ്ഷൻ സി ആണ്. ദെൻ 34ാമത്തെ ചോദ്യം, ദ ലോഞ്ചിറ്റ്യൂഡിനൽ മൂവ്മെൻറ്റ് ഓഫ് റെയിൽ ഇൻ ദ ട്രാക്ക് ഈസ് നോൺ as. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ്, ക്രീപ്പ് ഓഫ് റെയിലാണ്. ഓക്കെ, ക്രീപ്പ് ഓഫ് റെയിലാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ അടുത്തും ഒരു നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ക്വസ്റ്റ്യൻ 35 ആണ്. അവിടെയും കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽ ഹാവ് ലെസ് സ്ട്രെങ്ത് ആൻഡ് സ്റ്റിഫ്നെസ് ദാൻ ബുൾ ഹെഡഡ് റെയിൽസ്. ഓക്കെ, അതെ, കറക്റ്റ് ആണോ? ആ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോ ചെയർ ഫോർ കീസ് ആർ റിക്വയർഡ് ഇൻ ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽ. ഓക്കെ, അത് കറക്റ്റാണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്, ഓൺലി 2. ഓക്കെ, അതാണ് ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആൻസർ. ദെൻ 36ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് എ മാർഷാലിംഗ് യാർഡ്. ഓക്കെ, ഏതാണ്? റിസപ്ഷൻ, ഡിപ്പാർച്ചർ, സോർട്ടിംഗ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്, ആൾ ഓഫ് ദി അബോവ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 37ാമത് ക്വസ്റ്റ്യൻ നോക്കാം. ദ മീഡിയം ടു ട്രാൻസ്ഫർ ലോഡ് ഫ്രം സൂപ്പർ സ്ട്രക്ചർ ഓഫ് ദ ബ്രിഡ്ജ് ടു സബ് സ്ട്രക്ചർ ഈസ് കോൾഡ്. ഏതാണ് ആൻസർ? ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്, ബിയറിംഗ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 38ാമത്തെ ചോദ്യം, ബന്ദ്ര വർലി സീ ലിങ്ക് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഏതാണ്? അത് ഏതിൻ്റെ എക്സാമ്പിൾ ആണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്, കേബിൾ സ്റ്റേയ്ഡ് ബ്രിഡ്ജ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 39ാമത്തെ ചോദ്യം, ദ ടൈപ്പ് ഓഫ് ലോഡിംഗ് റെക്കമെൻഡഡ് ബൈ IRC ഫോർ ടെമ്പററി സ്ട്രക്ചർ ആൻഡ് ഫോർ ടിമ്പർ ബ്രിഡ്ജ്. ഓക്കെ, അവിടെ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്, ക്ലാസ് ബി ലോഡിംഗ്. ഓക്കെ, ക്ലാസ് ബി ലോഡിംഗ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 40ാമത്തെ ചോദ്യം, ദ യൂഷ്വൽ ക്രോസ് സെക്ഷൻ അഡോപ്റ്റഡ് ഫോർ ടണൽ. ഓക്കെ, ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്, ഹോഴ്സ് ഷൂ സെക്ഷൻ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, ദെൻ 41ാമത്തെ ക്വസ്റ്റ്യൻ, as per IS 456/2000 the minimum grade of concrete for plain and reinforced concrete work. ഏതാണ്? സിമ്പിൾ ആണ്, ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്, M20 ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 42ാമത്തെ ചോദ്യം, the distance between the line of action of the resultant compression and the line of action of the resultant tension. ഓക്കെ, ഏതാണ് അവിടെ ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്, ലിവർ ആമാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പിക്കപ്പ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. IS കോഡ് തന്നിട്ടുണ്ട്. ദ ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ റീൻഫോഴ്സ്മെൻറ്റ് ഷാൾ നോട്ട് ബി ലെസ് ദാൻ 0.6% ഓഫ് ദ ഗ്രോസ് ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ദ കോളം. അത് ശരിയാണോ? ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അവിടെ 0.6 അല്ല വരുന്നത്. അവിടെ നമുക്ക് ഏതാണ് അവിടെ വാല്യൂ വരുന്നത്? നമുക്ക് അവിടെ വാല്യൂ വരുന്നത് 0.8 ആണല്ലേ. 0.8 ആണ് അവിടെ വാല്യൂ വരുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ദ ബാർ ഷാൾ നോട്ട് ബി ലെസ് ദാൻ 12 mm ഡയമീറ്റർ ആണ്. സോ ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. അവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്, ഓൺലി 2 ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്.
ഓക്കെ. ദെൻ 44-ാമത്തെ ചോദ്യം, ആസ് പെർ IS 456/2000 ഡിഗ്രി ഓഫ് വർക്കബിലിറ്റി റിക്വയർഡ് ഫോർ ദ പ്ലേസിംഗ് കണ്ടീഷൻ ട്രെഞ്ച് ഫിൽ ഈസ്. ഓക്കെ, ട്രെഞ്ച് ഫിൽ ഈസ് ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ഹൈ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 45-ാമത്തെ ക്വസ്റ്റ്യൻ, വീണ്ടും അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പിക്കപ്പ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഗ്രാവിറ്റി റീറ്റെയിനിങ് വാൾ റെസിസ്റ്റ് ദ ബാക്ക് ഫിൽ പ്രഷർ ആൻഡ് റിമെയിൻ സ്റ്റേബിൾ ബൈ ദെയർ ഓൺ വെയിറ്റ്. ഓക്കെ, അത് കറക്റ്റ് ആണ്. ഗ്രാവിറ്റി വാൾ ഹാവ് ടു ബി മാസീവ് ടു അവോയ്ഡ് ടെൻസൈൽ സ്ട്രെസ്. ഓക്കെ, ആ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി. ഓക്കെ, ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ. ദെൻ 46-ാമത്തെ ചോദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എടുക്കാനാണ്. അവിടെ ഏതാണ് സ്റ്റേറ്റ്മെന്റ്? ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെന്റ് ഈസ് പ്രൊവൈഡഡ് ഇൻ ദ ലോങ്ങർ സ്പാൻ ഓഫ് ഓൺ ബേ സ്ലാബ്. അത് കറക്റ്റ് ആണ്. ദെൻ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീൽ ഈസ് കെപ്റ്റ് ഈസ് എബവ് ദ മെയിൻ സ്റ്റീൽ ആണ്. മെയിൻ സ്റ്റീൽ ആണ്, അതും കറക്റ്റ് ആണ്. സോ ആൻസർ വരുന്നത് ബോത്ത് 1 and 2 ആണ്. ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ. ദെൻ 47-ാമത്തെ ചോദ്യം, ഇൻ ISMB 500 ദ നമ്പർ 500 റിഫേഴ്സ് ഏതാണ്? അവിടെ ആൻസർ ഓപ്ഷൻ എ ആണല്ലേ. ഓപ്ഷൻ എ ആണ്. ഡെപ്ത് ഓഫ് ബീം ആണ്. ഡെപ്ത് ഓഫ് ബീം ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 48-ാമത്തെ ചോദ്യം, ദ ഡിസ്റ്റൻസ് ഓഫ് ദ സെന്റർ ഓഫ് ദ ബോൾട്ട് ഹോൾ ഫ്രം ദ അഡ്ജസന്റ് എഡ്ജ് ഓഫ് ദ പ്ലാറ്റീസ്. ഓക്കെ, ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. എഡ്ജ് ഡിസ്റ്റൻസ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ വീണ്ടും 49-ാമത്തെ ചോദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എടുക്കാനാണ്. ബാറ്റൺസ് കോളം ഹാവ് ദ സെയിം സ്ട്രെങ്ത് ആസ് ലേസ്ഡ് കോളം ബട്ട് ആർ അൺഎക്കണോമിക്കൽ. ഓക്കെ, അത് ശരിയാണോ? അത് തെറ്റാണ്, റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ബാറ്റൺസ് ആർ നോട്ട് റെക്കമെൻഡഡ് ഫോർ എ കോളം സബ്ജക്റ്റഡ് ടു ആൻ എസെൻട്രിക് ലോഡ്. ഓക്കെ, അത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സോ ആൻസർ വരുന്നത് 49-ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. ഓൺലി 2. ഓക്കെ, ഓൺലി 2 ഓപ്ഷൻ ബി ആണ് അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 50-ാമത്തെ ചോദ്യം, ദ ഫെയിലുവർ ഓഫ് എ ടെൻഷൻ മെമ്പർ അറ്റ് ദ എൻഡ് കണക്ഷൻ എലോങ് എ പാത്ത് ഇൻവോൾവിംഗ് ടെൻഷൻ ഓൺ പ്ലെയിൻ ആൻഡ് ഷിയർ ഓൺ ദ പെർപെൻഡിക്കുലർ പ്ലെയിൻ ഈസ് കോൾഡ്. ഓക്കെ, ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്. ബ്ലോക്ക് ഷിയർ ഫെയിലുവർ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 51-ാമത്തെ ചോദ്യം, വിച്ച് വാട്ടർ കണക്ഷൻ ഈസ് പ്രൊവൈഡഡ് ബിഫോർ ദ വാട്ടർ എൻറ്റേഴ്സ് ഇൻ വാട്ടർ മീറ്റർ ഇൻ ദ ഹൗസ്. ഓക്കെ, ബിഫോർ ആണ് ആൻസർ വരുന്നത്. ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. സ്റ്റോക്ക് കോക്ക്. ഓക്കെ, സ്റ്റോക്ക് കോക്ക് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 52-ാമത്തെ ചോദ്യം വീണ്ടും ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് പിക്ക് ചെയ്യാനാണ്. അവിടെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, സ്ലോ സാൻഡ് ഫിൽട്ടർ ആർ ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ സ്മാളർ പ്ലാന്റ്. അത് കറക്റ്റ് ആണ്. ദ ക്ലീനിങ് ഓഫ് സ്ലോ സാൻഡ് ഫിൽട്ടർ ഈസ് നോട്ട് ഡൺ ബൈ ബാക്ക് വാഷിംഗ്. ഓക്കെ, അവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. ബോത്ത് 1 and 2 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 53-ാമത്തെ ചോദ്യം, ദ മോസ്റ്റ് പ്രിഡോമിനന്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ അണ്ടർഗ്രൗണ്ട് സെവർ പൈപ്പ് ഈസ് ഡാഷ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണല്ലേ. ഓപ്ഷൻ സി ആണ്. കംപ്രസീവ് ഫോഴ്സ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 54-ാമത്തെ ചോദ്യം, അവിടെയും ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് പിക്ക് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ്, സെപ്റ്റിക് ടാങ്ക് വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് അനൈറോബിക് ഡീകമ്പോസിഷൻ ആണല്ലേ. അത് കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ ഡിറ്റൻഷൻ പീരീഡ് ഫോർ സെപ്റ്റിക് ടാങ്ക് ജനറലി വേരീസ് ബിറ്റ്വീൻ 2.2 to 6 hours ആണ്. അത് റോങ് ആണ്. സോ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ഓൺലി 1 ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 55-ാമത്തെ ചോദ്യം, ദ റെക്കമെൻഡഡ് സ്പേസിംഗ് ഓഫ് മാൻ ഹോൾ ഓൺ സിവർ ഹാവിംഗ് ഡയമീറ്റർ അപ് ടു 0.3 എന്ന് പറയുന്നുണ്ട്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. 45 മീറ്റർ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 56-ാമത്തെ ചോദ്യം, ദ മെത്തേഡ് ഓഫ് പ്ലെയിൻ സർവേയിങ് ക്യാൻ ബി യൂസ്ഡ് വെൻ ദ എക്സ്റ്റെൻഡ് ഓഫ് ഏരിയ ലെസ് ദാൻ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു കൺഫ്യൂഷൻ വരുമ്പോൾ ഓപ്ഷൻ ഡി ആണോന്ന്. അപ്പോൾ കറക്റ്റായിട്ട് ഇവിടെ ഓപ്ഷൻ ആൻസർ കൊടുത്തിട്ടില്ല. അതിൻ്റെ ആൻസർ എങ്ങനെയാണ് വരുന്നത്? 260 ആണല്ലേ. 260 യൂണിറ്റ് ഏതാണ്? 260 കിലോമീറ്റർ സ്ക്വയർ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നതല്ലേ. സോ അതിവിടെ ഓപ്ഷനിലില്ല. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 57-ാമത്തെ ചോദ്യം, ദ സർവേ carried ഔട്ട് ടു ഫിക്സ് ദ ബൗണ്ടറി ഓഫ് എ ബിൽഡിംഗ്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്. കഡസ്ട്രിയൽ സർവേ. ഒക്കെ, കഡസ്ട്രിയൽ സർവേ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 58-ാമത്തെ ചോദ്യം,
while leveling in undulating terrain, it is preferable to set up the instrument on ഏതാണ് 58ാമത് on side of the slope. ഓക്കെ, on side of the slope ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 59ാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഇസ് എ സ്മാളസ്റ്റ് സ്കെയിൽ. സ്മാളസ്റ്റ് സ്കെയിൽ എന്നാണ് നമുക്കത് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ ഓപ്ഷൻ വായിറ്റ് വന്നതിനെ കിട്ടും. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് അവിടെ സ്മാളസ്റ്റ് സ്കെയിൽ. ദെൻ 60ാമത്തെ ചോദ്യം, ടു ഡിറ്റർമിൻ ദ ലെങ്ത് ഓഫ് ബ്രിഡ്ജ് പ്രപ്പോസ്ഡ് ടു ദ ബിൽറ്റ് അക്രോസ് എ വെരി വൈഡ് റിവർ, ദ സർവേയിങ് മെത്തേഡ് ഓഫ് ചോയ്സ് വിൽ ബി. ഏതാണ് അവിടെ ആൻസർ വരുന്നത്? ഹൈഡ്രോഗ്രാഫിക് സർവേ ആണ്. ഹൈഡ്രോഗ്രാഫിക് സർവേ ആണ്. സോ ആൻസർ ഓപ്ഷൻ ബി ആണ്. ദെൻ 61ാമത്തെ ചോദ്യം, റെസിപ്രോക്കൽ റേഞ്ചിങ് ഈസ് അഡോപ്റ്റഡ് വെൻ ദ ഫോളോവിങ് ഈസ് എൻകൗണ്ടേർഡ്. ഏതാണ് അവിടെ ആൻസർ? ഓപ്ഷൻ ഡി ആണല്ലേ. ഓപ്ഷൻ ഡി ആണ്. എ ഹിൽ റോക്ക് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 62ാമത്തെ ചോദ്യം, ദ റിഡക്ഷൻ ഓഫ് ലെവൽ ബൈ ലൈൻ ഓഫ് കോളിനേഷൻ മെത്തേഡ് ഡസ് നോട്ട് പ്രൊവൈഡഡ് എ ചെക്ക് ഓൺ. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. ഇന്റർമീഡിയറ്റ് സൈറ്റ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 63ാമത്തെ ചോദ്യം, ഹൊറിസോണ്ടൽ ആംഗിൾ ബിറ്റ്വീൻ ട്രൂ മെറിഡിയൻ ആൻഡ് ദ സർവേ ലൈൻ. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്. അസിമുത്ത് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ ഇഫ് ദ ക്വാർട്ടർണൽ ബിയറിംഗ് ഓഫ് എ ലൈൻ ഈസ് സൗത്ത് 10 ഡിഗ്രി വെസ്റ്റ്, ദെൻ ദ ഹോൾ സർക്കിൾ ബിയറിംഗ് ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ആണ്. സൗത്ത് നമുക്ക് ആ ഒരു ടേബിൾ വരച്ചു കഴിഞ്ഞാൽ ഇത് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഓക്കെ, ക്വസ്റ്റ്യനിൽ സൗത്ത് വെസ്റ്റ് 10 ഡിഗ്രി, അതായത് ഈ ഒരു ആംഗിൾ 10 ഡിഗ്രി എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ഒരു ആംഗിൾ 10 ഡിഗ്രി എന്നാണ് പറയുന്നത്. സോ നമുക്ക് ഹോൾ സർക്കിൾ ബിയറിംഗ് ആണ്. സോ എത്രയാണ്? ഇത്രയും 180 ആണ്. സോ 180ൻ്റെ കൂടെ 10 കൂട്ടുമ്പോൾ ആൻസർ ഓപ്ഷൻ സി 190 എന്ന് കിട്ടും. അവിടെ 190 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 65ാമത്തെ ചോദ്യം, സെൻസിറ്റിവിറ്റി ഓഫ് എ ബബിൾ ട്യൂബ് ഇൻക്രീസസ് വെൻ. ഏതാണ് അവിടെ ആൻസർ? ആൾ ഓഫ് ദി എബവ് ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആൾ ഓഫ് ദി എബവ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 66ാമത്തെ ചോദ്യം, സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് A2 ഡ്രോയിങ് ഷീറ്റ്. ഓക്കെ, നമ്മുടെ A2 ഡ്രോയിങ് ഷീറ്റിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് ഏതാണ്? 420/594 ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ദെൻ ഫില്ലറ്റ് കമാൻഡ് ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ്. ഓക്കെ, ഫില്ലറ്റ് കമാൻഡ് ആക്ച്വലി ഒരു ഫില്ലറ്റ് കമാൻഡ് നമ്മൾ റൗണ്ട് കോർണറിന് ഉപയോഗിക്കും. അതായത് റൗണ്ട് ഇങ്ങനെ ഒരു 2 എഡ്ജ് ആണെങ്കിൽ ഈ എഡ്ജുകളെ തമ്മിൽ, ഓക്കെ ഇതൊരു 2 ലൈനാണെങ്കിൽ ഈ എഡ്ജുകൾ തമ്മിൽ ഇങ്ങനെ റൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കറക്റ്റ് 90 ഡിഗ്രി മേക്ക് ചെയ്യത്തക്ക രീതിയിൽ നമുക്ക് അവിടെ ഫില്ലറ്റ് കമാൻഡ് യൂസ് ചെയ്യാം. സോ ഇവിടെ ഓപ്ഷൻ സിയും വരാം, അല്ലെങ്കിൽ ഓപ്ഷൻ ബിയും വരാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് കറക്റ്റായിട്ട് PSC ആൻസർക്ക് വരുമ്പോൾ നോക്കാവുന്നതാണ്. ഓക്കെ, ദെൻ 68ാമത്തെ ക്വസ്റ്റ്യൻ, പ്രൊജക്ഷൻ അഡോപ്റ്റഡ് ഫോർ ഡ്രോയിങ് ബിൽഡിംഗ് പ്ലാൻ. ഓക്കെ, ബിൽഡിംഗ് പ്ലാനൊക്കെ നമ്മൾ വരയ്ക്കുന്നത് ഏത് പ്രൊജക്ഷനിലാണ്? ആൻസർ ഓപ്ഷൻ എ ആണല്ലേ. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 69ാമത്തെ ചോദ്യം. ഓക്കെ, 69ാമത്തെ ചോദ്യത്തിലും നിങ്ങൾക്ക് ആ ഒരു ലൈൻ ഏതെന്നാണ്, ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏതെന്നാണ്? അവിടെ ഡബിൾ ഡാഷ് ആണ്, ഡബിൾ ഡാഷ് ചെയിൻ ലൈൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ലൈൻ നമ്മുടെ സെൻട്രോയിഡിനെയൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സെൻട്രോയിഡിനെയൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അത് ഇതിൽ ഓപ്ഷനിൽ തന്നിട്ടില്ല. സോ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ആൻസർ കീ വരുമ്പോൾ എന്താണെന്ന് നോക്കാവുന്നതാണ്. ഓക്കെ, ദെൻ 70ാമത്തെ ചോദ്യം, പോളിലൈൻ ക്യാൻ ബി ബ്രോക്കൺ ഇൻറ്റു ഇൻഡിവിജ്വൽ ലൈൻസ് ആൻഡ് ആർക്ക് യൂസിങ് വിച്ച് ഓഫ് ദ ഫോളോവിങ് കമാൻഡ്. ഓക്കെ, ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. എക്സ്പ്ലോഡ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 71ാമത്തെ ചോദ്യം, റേഷ്യോ ഓഫ് ടോട്ടൽ ബിൽട്ടപ്പ് ഏരിയ ഓൺ ഓൾ ദ ഫ്ലോർ ടു ദ ടോട്ടൽ പ്ലോട്ട് ഏരിയ ഈസ് നോൺ എസ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്. FSI ആണ് ആൻസർ. ദെൻ IS കോഡ് ഫോർ ബിൽഡിംഗ് ബൈലാസ്. ഓക്കെ, ബിൽഡിംഗ് ബൈലാസിൻ്റെ കോഡ് ഏതാണ്? ഓപ്ഷൻ എ ആണ്. BIS 1256 1967 ആണ് IS കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ 73ാമത്തെ ചോദ്യം, ഫോർ ഡയമെൻഷനിങ് ദ ലെങ്ത് ഓഫ് ആരോ ഹെഡ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ്. 3 times ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ദെൻ 74ാമത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു NBC കീ പ്ലാൻ ഈസ് നെവർ ഡ്രോൺ ടു എ സ്കെയിൽ ഓഫ് ലെഫ്റ്റ് ഹാൻഡ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്. 1:10,000 ആണ്. ഓക്കെ, സ്കെയിൽ ഓഫ് ലെസ് ദാൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ 75ാമത്തെ ചോദ്യം, ദ മിനിമം പെർമിസിബിൾ കവേർഡ് ഏരിയ ഓഫ് പ്ലോട്ട് ബിറ്റ്വീൻ 201 മീറ്റർ സ്ക്വയർ ടു 500 മീറ്റർ സ്ക്വയർ ആസ് പെർ ബിൽഡിംഗ് ബൈലാസ്. ഓക്കെ, അവിടെ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. 50% ആണ് ആൻസർ വരുന്നത്.
ദെൻ 76ാമത്തെ ചോദ്യം എസ്റ്റിമേറ്റ് പ്രിപ്പയർഡ് ഓൺ ദ ബേസിസ് ഓഫ് പ്ലിന്ത് ഏരിയ മൾട്ടിപ്ലൈഡ് ബൈ ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് ഈസ്. ഏതാണ് ആൻസർ വരുന്നത്? പ്ലിന്ത് ഏരിയ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലോ. സോ ആൻസർ ഓപ്ഷൻ എ ആണ്. പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 77ാമത്തെ ചോദ്യം ഫോർ പ്രിപ്പയറിംഗ് റേറ്റ് ഓഫ് ഐറ്റം പെർസെൻറ്റേജ് ഓഫ് കോൺട്രാക്ടർ പ്രോഫിറ്റ്. ഓക്കെ, കോൺട്രാക്ടർ പ്രോഫിറ്റ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. 10% ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 78ാമത്തെ ചോദ്യം റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഈസ് പ്രിപ്പയർഡ് വെൻ. ഓക്കെ, റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്ന എപ്പോഴാണ്? ഓപ്ഷനിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. കോസ്റ്റ് ഓഫ് എസ്റ്റിമേറ്റ് എക്സീഡ് ബൈ 10% ഓർ മോർ ഫ്രം ആക്ച്വൽ സാങ്ഷൻഡ് എമൗണ്ട്. ഓക്കെ, ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡാം പ്രൂഫ് കോഴ്സ് ഈസ് മെഷേർഡ്. ഓക്കെ, ഡാം പ്രൂഫ് കോഴ്സ് നമ്മൾ എങ്ങനെ മെഷർ ചെയ്യുന്നത്? സ്ക്വയർ മീറ്ററിലാണ്. സോ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 80ാമത്തെ ചോദ്യം പ്ലിന്ത് ഏരിയ ഓഫ് എ ബിൽഡിംഗ് ഡസ് നോട്ട് ഇൻക്ലൂഡ്. ഓക്കെ, പ്ലിന്ത് ഏരിയയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. ഏരിയ ഓഫ് കാൻഡിലിവേർഡ് കോഴ്സ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 81ാമത്തെ ചോദ്യം ഇൻ ദ ആബ്സെൻസ് ഓഫ് എ ഡിഫൈൻഡ് ഈൽഡ് പോയിന്റ് ദ 0.2% പ്രൂഫ് സ്ട്രെസ് ഈസ് ടേക്കൺ. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. ഈൽഡ് സ്ട്രെങ്ത് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 82ാമത്തെ ചോദ്യം ഇഫ് എ ഫോഴ്സ് ആക്ടിങ് അറ്റ് എ പോയിന്റ് ഓൺ എ റിജിഡ് ബോഡി ഈസ് ഷിഫ്റ്റഡ് ടു എനി അതർ പോയിന്റ് which is on the line of action of the force, the external effect of the force on the body. ഏതാണ് ആൻസർ വരുന്നത്? റിമെയിൻസ് അൺചേഞ്ച്ഡ് ആണല്ലോ. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 83ാമത്തെ ചോദ്യം എ ഫോഴ്സ് ഓഫ് 10 Newton ഈസ് ആക്ടിങ് അറ്റ് എ പോയിന്റ് മേക്കിംഗ് ആൻ ആംഗിൾ ഓഫ് 30 degree with the horizontal determine the component of this force along y direction. അതേതാണ് നമുക്ക് അവിടെ സിമിലറായിട്ട് കണ്ടുപിടിക്കാം. എഫ് സൈൻ തീറ്റ ആണ് നമുക്ക് അവിടെ ചെയ്യേണ്ടത്. സോ 10 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സൈൻ ആംഗിളും തന്നിട്ടുണ്ട്. സോ സൈൻ 30 എടുക്കുക. സോ 10 ഇൻറ്റു 1/2 എന്ന് വരും. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 5 Newton ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 84ാമത്തെ ചോദ്യം കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഏതാണ്? നമ്മൾ ടാൻ ആൽഫ ആണല്ലോ. ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 85ാമത്തെ ചോദ്യം ദ ടു ഫോഴ്സസ് ഓഫ് മാഗ്നിറ്റ്യൂഡ് 10 Newton ആൻഡ് 20 Newton ആക്ടിങ് അറ്റ് എ പോയിന്റ് ഓ ഇഫ് ആംഗിൾ ബിറ്റ്വീൻ ദ ഫോഴ്സസ് ഈസ് 60 degree ഡിറ്റർമൈൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടന്റ് ഫോഴ്സ്. ഓക്കെ, അവിടെ ആൻസർ ഏതാണ്? നമുക്കത് എങ്ങനെയാണ്? അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഈസിയാണ് കണ്ടുപിടിക്കാൻ. റിസൾട്ടൻ്റ് ഇക്വേഷൻ ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്? റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ. ഓക്കെ, പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq. ഓക്കെ, 2pq കോസ് തീറ്റയാണല്ലോ. കോസ് തീറ്റയാണ്. അപ്പോൾ ഈ ഒരു ഫോർമുലയിൽ ആ വാല്യൂസ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആൻസർ കിട്ടും. അവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്. 265 Newton ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 86ാമത്തെ ചോദ്യം ക്രോസ് ഡ്രെയിനേജ് വർക്ക് അഡ്മിറ്റിംഗ് ദ ഡ്രെയിനേജ് വാട്ടർ ഇൻ ടു ദ കനാൽ. ഏതാണ് അവിടെ ആൻസർ? ലെവൽ ക്രോസിംഗ് ആൻഡ് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് ആണ്. സോ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 87ാമത്തെ ചോദ്യം ആൻഡ് ഇംപെർവിയസ് ഓർ ഫെയർലി ഇംപെർവിയസ് ബാരിയർ പുട്ട് അക്രോസ് എ നാച്ചുറൽ സ്ട്രീം സോ ദാറ്റ് എ റിസർവോയർ ഈസ് ഫോംഡ്. ഓക്കെ, ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണല്ലേ. ഓപ്ഷൻ ബി ഡാം ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 88ാമത്തെ ചോദ്യം ദ കനാൽ വിച്ച് ക്യാരീസ് വാട്ടർ ടു ദ അഗ്രികൾച്ചർ ഫീൽഡ്. ഏതാണ്? ഇറിഗേഷൻ കനാൽ ആണല്ലോ. ഓപ്ഷൻ ഡി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 89ാമത്തെ ചോദ്യം ഇഫ് എ ക്രോപ്പ് റിക്വയർഡ് 13 വാട്ടറിംഗ് അറ്റ് ആൻ ഇന്റർവെൽ ഓഫ് 10 days ആൻഡ് എ വാട്ടർ ഡെപ്ത് ഓഫ് 10 centimeter ഇൻ എവരി വാട്ടറിംഗ് ദെൻ ഡെൽറ്റ ഫോർ ദാറ്റ് ക്രോപ്പ്. ഓക്കെ, ഡെൽറ്റയാണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത്. അവിടെ 13 വാട്ടറിംഗ് എന്ന് പറയുന്നുണ്ടല്ലേ. 13 വാട്ടറിംഗ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ എത്ര സെൻറ്റിമീറ്ററിലാണ് അവിടെ ചെയ്യുന്നത്? 10 സെൻറ്റിമീറ്ററിലാണ്. സോ 13 × 10 ചെയ്യുക. നമുക്കത് 130 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അത് നമുക്ക് മീറ്റർ ആക്കുമ്പോൾ 1.30 മീറ്റർ എന്ന് വരും. സോ ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 90ാമത്തെ ക്വസ്റ്റ്യൻ എ ഹൈഡ്രോ ഇലക്ട്രിക് വർക്ക് കംപ്രൈസസ് ദ ഫോളോവിങ് കമ്പോണൻറ്റ്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓൺലി 1 and 3 അതായത് സർജ് ടാങ്കും നമ്മുടെ പെൻ സ്റ്റോക്കുമാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്.
ദെൻ ഇൻടേക്ക് സ്ട്രക്ചർ കൺവേസ് വാട്ടർ ടു പെൻസ്റ്റോക്ക് ഫ്രം ഏതാണ് 4/, ആണ് 4/, ആണ് ഓപ്ഷൻ ബി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 92ാമത്തെ ചോദ്യം ഓൺ ഹെക്ടർ മീറ്റർ എന്ന് പറയുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 93ാമത്തെ ചോദ്യം ഹൈഡ്രോഗ്രാഫിക് ഓർഡിനേറ്റ്. ഓക്കെ, ഹൈഡ്രോഗ്രാഫ് ഓർഡിനേറ്റ് ഏതാണ്? ആൻസർ ഡിസ്ചാർജ് ആണ്. സോ ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 94ാമത്തെ ചോദ്യം ദ കനാൽ വിച്ച് കേരീസ് വാട്ടർ ഡയറക്ട്ലി ഫ്രം ദ റിവർ. ഓക്കെ, ഡയറക്ട്ലി ഫ്രം ദ റിവർ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. മെയിൻ കനാലാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 95ാമത്തെ ചോദ്യം ഇൻ സൈഫൺ. ഓക്കെ, ഇൻ സൈഫൺ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പോയിന്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെയും അതൊരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കത് PSCയുടെ ആൻസർക്ക് വരുമ്പോൾ നമുക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ 96ാമത്തെ ചോദ്യം ഇതാണ് ദ റെസിസ്റ്റൻസ് സെറ്റപ്പ് ബൈ ദ മോളിക്യൂൾസ് ഓഫ് എ മെറ്റീരിയൽ ടു ദ ഡിഫോർമേഷൻ ഡ്യൂ ടു ദ ആപ്ലിക്കേഷൻ ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ്. ഓക്കെ, അവിടെ ആൻസർ വരുന്നത് ഏതാണ്ട് സ്ട്രെസ് ആണല്ലോ. ഓപ്ഷൻ സി സ്ട്രെസ് ആണ് അവിടെ ആൻസർ. ദെൻ 97ാമത്തെ ചോദ്യം ദ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഈസ് ഡിസ്റ്റൻസ് ഫ്രം. ഓക്കെ, ഏതാണ്? ആക്സിസ് ഓഫ് റെഫറൻസ് ആണ്. ഓക്കെ, ആക്സിസ് ഓഫ് റെഫറൻസ് ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെൻ ദ സർഫേസ് ഈസ് ഓൺ ദ പോയിന്റ് ഓഫ് മോഷൻ ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഈസ് മാക്സിമം ആൻഡ് ദിസ് മാക്സിമം ഫ്രിക്ഷൻ ഈസ് കോൾഡ്. ഏതാണ്? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ്. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ്. ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 99ാമത്തെ ചോദ്യം നോക്കാം പ്രോസസ് ഓഫ് ഫൈൻഡിങ് കോമ്പണന്റ് ഓഫ് ഫോഴ്സസ് ഇൻ സ്പെസിഫൈഡ് ഡയറക്ഷൻ. ഓക്കെ, സ്പെസിഫൈഡ് ഡയറക്ഷൻ എന്നാണ്. ഏതാണ്? റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സ് ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മൊമെന്റ് ഓഫ് റിസൾട്ടന്റ് ഓഫ് എ നമ്പർ ഓഫ് ഫോഴ്സ് എബൌട്ട് എനി പോയിന്റ് ഈസ് ഈക്വൽ ടു ദ ആൾജിബ്രൈക് സം ഓഫ് മൊമെന്റ് ഓഫ് ആൾ ഫോഴ്സസ് ഓഫ് സിസ്റ്റം എബൌട്ട് ദാറ്റ് പോയിന്റ്. ഏതാണ്? അവിടെ ആൻസർ ആയിട്ട് നമുക്ക് എടുക്കാവുന്നത് ലാമീസ് തിയറം. ഓക്കെ, നമ്മുടെ വേരിഗൺസ് പ്രിൻസിപ്പിളും അതുപോലെ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റും ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, വേരിഗൺസ് പ്രിൻസിപ്പിളും പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റും ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ഈ ഒരു ആൻസർ കേട്ട് കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിരുന്നെന്ന് ഫീൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എക്സാം മോഡറേറ്റ് ആയിരുന്നോ, ഈസി ആണോ, അതോ ടഫാണോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എത്ര മാർക്ക് എന്നുള്ളതും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി വരുന്ന എക്സാമുകളിൽ നിങ്ങൾ ഈ ഒരു നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ ഒരുവിധം മാറിയിട്ടുണ്ട്, കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഗ്രേഡ് 2 എക്സാമിന് വരെ കുറച്ചധികം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയി തുടങ്ങിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ്റെ രീതി മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി വരുന്ന എക്സാമുകളിൽ അതൊക്കെ അനുസരിച്ച് അതൊക്കെ മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്യുക. എല്ലാ പോയിന്റും നോട്ട്സൊക്കെ തരിക, നോട്ട്സിലൊക്കെയുള്ള എല്ലാ പോയിന്റും നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ആ ക്വസ്റ്റ്യനിലുള്ള 4 ഓപ്ഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ പോയിന്റും നിങ്ങൾ ഒന്ന് വായിച്ച് വെച്ചിരിക്കുന്നത് ബെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിലൊക്കെ പഠിക്കുക. താങ്ക് യു.